കൊല്ലത്ത് ബിജെപിയുടെ അടിയന്തര നേതൃയോഗം വിളിച്ചു. വോട്ട് മറിക്കാൻ ബിജെപിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടക്കുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ആരാണ് യോഗം കൂടുന്നത്? ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കും? എന്താണ് കാരണം? വിവരങ്ങൾ. കൊല്ലത്ത് ബിജെപിയുടേത് ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നും പാർട്ടി വോട്ടുകൾ ചോരുന്ന സാഹചര്യമുണ്ട് എന്നും വളരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഇത് പാർട്ടിയുടെ ബിജെപിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് തന്നെ, അതായത് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ഇത്തരം ഒരു ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇവർ സമാന്തരമായ യോഗവും ഇന്നലെ ചേർന്നിരുന്നു. ഇത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് ഇന്ന് ബിജെപി അതിന്റെ ജില്ലാ തലത്തിൽ ലോക്സഭാ മണ്ഡലം തലത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗവും ഇത് 5 മണിക്ക് ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം രാത്രി 8 മണിയോടുകൂടി ബിജെപിയുടെ ജില്ലാതല കോർ കമ്മിറ്റി യോഗവും ചേരണമെന്നാണ് തീരുമാനം. ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും 2 യോഗവും ചേരുക. കാരണം ബിജെപി വോട്ട് മറിക്കുന്നു എന്നൊരു ആക്ഷേപം, UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിക്കുന്നു എന്നൊരു ആക്ഷേപം ഉണ്ട്. LDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ LDF ഇത്തരം ഒരു ആക്ഷേപമായി എത്തുകയും ചെയ്തു, മുന്നോട്ട് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ബിജെപിയിൽ നിന്ന് തന്നെ ഇത്തരം ഒരു വിമർശനം ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് ബിജെപി ഇപ്പോൾ അടിയന്തരമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരം 2 യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി യോഗമാണ് ചേരുക. ഇത് വൈകിട്ട് 5 മണിയോടുകൂടിയായിരിക്കും ചേരുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രണ്ടാമത്തേത് ബിജെപിയുടെ ജില്ലാതല കോർ കമ്മിറ്റി യോഗമാണ്. ഇത് രാത്രി 9 മണിയോടുകൂടിയായിരിക്കും ഈ യോഗവും ചേരുക. ഇത് സംബന്ധിച്ച് ഈ യോഗം സംബന്ധിച്ച് ബിജെപിയുടെ ജില്ലാ നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെട്ടുവെങ്കിലും അതിന്റെ അത്തരമൊരു യോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തെങ്കിലും വ്യക്തമാക്കാൻ ഇത്തരത്തിലൊരു അട്ടിമറി നടക്കുന്നതിൽ സംസ്ഥാന നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിർദ്ദേശം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയതായി അറിയാമോ? ഇതിൽ സംസ്ഥാന നേതൃത്വം തന്നെ, അതായത് ഇത് മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്ന സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറി ശിവൻകുട്ടിയെ തന്നെ നേരിട്ട് അയക്കുകയും ഇന്ന് അടിയന്തരമായി കമ്മിറ്റി കൂടാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഈ കമ്മിറ്റിയിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഒപ്പം മണ്ഡലം പ്രസിഡന്റുമാരെയും, അത് ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന 7 മണ്ഡലം കമ്മിറ്റികളുടെയും പ്രസിഡന്റുമാരെയും വിളിച്ചിട്ടുണ്ട്. ഇവരാണ് ഈ യോഗങ്ങളിൽ, ഈ ആദ്യ യോഗത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഇതിലായിരിക്കും ഈ ഇത്തരം ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നടക്കുന്ന കാര്യങ്ങളിൽ ബിജെപി നേതൃയോഗങ്ങൾ തീരുമാനമെടുക്കുക. മാത്രമല്ല ഈ ആക്ഷേപത്തെ എങ്ങനെ നേരിടണം എന്ന കാര്യവും അവർ ആലോചിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF ഇതിൽ ആരോപണമായി ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ LDF മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം, ബിജെപിയുടെ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണ്, ഇത് UDF സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് എന്നൊരു വളരെ വലിയൊരു ആക്ഷേപം ഉയർത്തിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾ ബിജെപിക്ക് നേടാനാകുന്ന സാഹചര്യം ഉണ്ടായി. ചാത്തന്നൂർ മണ്ഡലത്തിൽ മാത്രം ബിജെപി NDA മുന്നണി സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. പക്ഷെ അത്ര വലിയൊരു മുന്നേറ്റം. അടിയന്തര യോഗം ചേരുന്നു. വോട്ട് മറിക്കാൻ ശ്രമമെന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് യോഗം ചേരുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.